ഹായ്, ചപ്പാത്തി ഉണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയെടുത്താലോ? അതിന് ബാക്കിയുള്ള ചപ്പാത്തി ഞാൻ എടുത്തിട്ടുണ്ടേ. തലേദിവസം രാത്രി ചപ്പാത്തിയായിരുന്നു, അപ്പോൾ അടുത്ത ദിവസം ഇത്രയും ബാക്കി വന്നു. അപ്പോൾ ഞാനത് വെച്ച് നൂഡിൽസ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവാണേ. അപ്പോൾ ഇങ്ങനെ റോളാക്കി അരിഞ്ഞ് കഴിയുമ്പോൾ അത് നമുക്ക് നല്ല നീളത്തിന് കിട്ടത്തില്ലേ, നൂഡിൽസ് പോലെ. അപ്പോൾ അത് എല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് നൂഡിൽസ് പോലെ ഉണ്ടാക്കിയെടുക്കാമേ. അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞ് ദാണ്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ടേ. എന്നിട്ടൊരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് വാടി വന്ന് കഴിയുമ്പം ഒരു സവാള, പിന്നെ 3-4-5 ബീൻസ്, ക്യാരറ്റ്, പിന്നെ ഉള്ള പച്ചക്കറിയൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ ഇത്രയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് തക്കാളിയും കൂടെ ഉപ്പൂടെ ചേർത്ത് അതൊന്ന് വാടി വന്നപ്പോൾ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല അടച്ചു വെച്ചൊന്ന് നല്ല വെന്ത് വരുമ്പോഴത്തേക്കും മുളക് പൊടി 1 സ്പൂണ്, ശകലം കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതുകൂടെ നല്ല ഇളക്കി എടുക്കുന്നുണ്ട്. നല്ല ഇളക്കി അത് നല്ല വിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ചെയ്യാമേ. ഇപ്പം ഈ ഇളക്കി നല്ല വിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സോസൊക്കെ ആഡ് ചെയ്യാം. സോസ് ആഡ് ചെയ്തില്ലെങ്കിലും ഇതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ രണ്ട് നല്ല വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നീളത്തിന് അരിഞ്ഞ് വെച്ച് ആ ചപ്പാത്തി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചപ്പാത്തി തിന്നാത്ത പിള്ളേരും ഇത് തിന്നുവേ. ന്യൂഡിൽസൊക്കെയാണെന്ന് പറഞ്ഞ് കൊത്തു പൊറോട്ടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ ചപ്പാത്തിയുടെ കളറേ ചേഞ്ചായി വരും, നല്ല ഓറഞ്ച് കളറൊക്കെ ആയിട്ട് വരും. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് സോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. സോസ് എന്ന് പറയുന്നത് ഞാൻ ശകലം സോയാ സോസും പിന്നെ കെച്ചപ്പുമാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ ഒരു ശകലം ഇട്ട് കൊടുത്തുള്ളൂ. ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മല്ലിയില ഉണ്ടെങ്കിൽ അവസാനം സെർവ് ചെയ്യാൻ നേരത്ത് ശകലം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ആഡ് ചെയ്യാം. പിന്നെ നല്ലപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് റെഡിയാണേ. ഇത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ ചപ്പാത്തി ചൂടാക്കി കൊടുക്കാതെ ഇങ്ങനൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ. അപ്പം കുഞ്ഞു മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്യും, അവർ ഒരുപാട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.